some unruly incident happened in Kerala. People have given us landslide majority, and those unruly incidents are not our Congress culture. So we are requesting all the workers to stop this kind of activity. ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കല്, കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. എൻ്റെ പേരിലോ അല്ലെങ്കിൽ ദിനേശിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. ഇന്നത്തേതോട് കൂടി ഇതെല്ലാം അവസാനിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടാണ്. നമസ്കാരം. ഇന്നലെ മുഴുവൻ ആകാംക്ഷാഭരിതരായിട്ടാണ് കേരള ജനത കാത്തിരുന്നത്. ആര് മുഖ്യമന്ത്രിയാവും കേരളത്തിൽ? KC വേണുഗോപാൽ ആകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പല നേതാക്കന്മാരും എന്നോട് പറഞ്ഞു ഇപ്പോൾ പ്രഖ്യാപിക്കും. കേരളത്തിലെ ചില MP-മാരും MLA-മാരും ഒക്കെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതാ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നാണ്. എന്നാൽ എനിക്ക് കിട്ടിയ വിവരം പ്രഖ്യാപിക്കാനല്ല പോകുന്നത്, കൂടുതൽ പഠിക്കാനാണ് ഹൈക്കമാൻഡ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നമ്പറായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു നമ്പറായിരുന്നു എന്ത്, ഇപ്പോൾ കേരളത്തിൽ നടന്നുമാടിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ കലാപം, കോൺഗ്രസിനുള്ളിലെ കലാപം, തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് VD സതീശനെ വെട്ടിമാറ്റിയ KC വേണുഗോപാലിൻ്റെ കുരുട്ടുബുദ്ധിക്കെതിരെയുള്ള പ്രകടനങ്ങൾ, അത് കോൺഗ്രസിനെ ചെറുതൊന്നുമല്ല ബാധിച്ചത്, കോൺഗ്രസിനെ മാത്രമല്ല UDF-നെ ശിഥിലമാക്കുന്ന രൂപത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതോടൊപ്പം KC വേണുഗോപാൽ അടക്കം എല്ലാവരും, അതായത് രമേശ് ചെന്നിത്തല അത്ര കാര്യമായിട്ടില്ല, അതേസമയത്ത് VD സതീശൻ്റെ ആളുകളെല്ലാം തന്നെ ഒരേപോലെ കേരളത്തിൽ ബോർഡുകൾ വെച്ചിരുന്നു. ഇവിടെ ഡൽഹിയിൽ പോലും ബോർഡുകൾ വെച്ചിരുന്നു. അതിൽ അവസാനം ഒരു പ്രശ്നമുണ്ടായി. ഒരു ബോർഡിൽ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയുണ്ട്, അത് കീറി പോയി എന്ന് പറഞ്ഞിട്ട് പല നേതാക്കന്മാരും പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിന് അറിയില്ല ബോർഡ് വെച്ചത് KC വേണുഗോപാലിൻ്റെ ബോർഡായിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയും കൂടി വെച്ചതാണ്. അത് മനഃപൂർവ്വം ഉമ്മൻചാണ്ടിയെ ഉപദ്രവിച്ചതല്ല എന്നുള്ള കാര്യം അറിയാം. എന്നാൽ അത് വലിയ കാര്യമാക്കി പരിണതപ്രജ്ഞനായ നമ്മുടെ നേതാവ് ഉമ്മൻചാണ്ടിയെ വലിച്ചു കയറി അത് വലിയ പ്രശ്നമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയുണ്ടായി. എന്തായാലും ഒരു കാര്യം വളരെ വിശദമായി പറയുകയാണെങ്കിൽ, ഡൽഹിയിൽ നടന്ന പരിസമാപ്തി ഇന്നലെ ശുഭകരമായിരുന്നില്ല. എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു, ഇനി രക്ഷയില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള അടിയൊഴുക്കുകൾ ആരും കണ്ടില്ല. പ്രിയങ്ക ഗാന്ധിയെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായ MP-മാരായ ആരിസ് ബീരാനും അതേപോലെ ET മുഹമ്മദ് ബഷീറും നേരിട്ട് കണ്ട് കേരളത്തിലെ യുദ്ധസമാനമായ സാഹചര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെക്കുറിച്ചും VD സതീശനെ കുറിച്ചും കൃത്യമായി അറിയിച്ചിരുന്നു. കേരളത്തിൽ VD സതീശനല്ല ഇവിടെ മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ അത് വലിയ ഭവിഷ്യത്തായി തീരുമെന്ന് കൃത്യമായി അറിയിച്ചിരുന്നു. ഇത് പ്രിയങ്ക ഗാന്ധി കൃത്യമായി രാഹുൽ ഗാന്ധി അറിയിക്കുകയും അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 3 പേരെയും നേരിട്ട് കണ്ടത്. ഖാർഗെയുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ നേരത്തെ 3 പേരെയും കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം പൊട്ടിത്തെറിച്ചത് കേരളത്തിലെ കലാപം നിർത്തൂ നിങ്ങൾ, എന്നിട്ട് മതി നിങ്ങളുമായിട്ടുള്ള സംസാരം. ഓരോരുത്തരുമായി പ്രത്യേകമായി സംസാരിച്ചു, 3 പേരുമായി ഒരുമിച്ച് സംസാരിച്ചു. ഇതിൽ കൃത്യമായി പറയാൻ പറ്റിയത് VD സതീശനാണ്. VD സതീശൻ കൃത്യമായി പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. ഞാൻ 100-ൽ പരം സീറ്റുകൾ കേരളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഞാൻ അധ്വാനിച്ച് കൃത്യമായി ഓരോ മണ്ഡലത്തിനും നാടിമടി പറഞ്ഞ് ഞാൻ കൃത്യമായി വിജയിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് 100+ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. മാത്രമല്ല ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോയിട്ടില്ല, ഞാൻ ആരെയും എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഓരോ സ്ഥാനാർത്ഥിയും വിജയിക്കണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതേസമയത്ത് KC വേണുഗോപാൽ എന്താണ് സ്ഥിതി? KC വേണുഗോപാൽ കഴിഞ്ഞ ഇലക്ഷൻ കഴിയുന്നവരെ പറഞ്ഞത് ഞാൻ കേരളത്തിലേക്കില്ല, ഞാൻ ഇങ്ങോട്ട് വരുന്നേയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്ന് കലാപം ഉണ്ടാക്കാനോ അത്തരം കാര്യങ്ങൾക്കോ ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് അദ്ദേഹം ഇവിടെ വന്നു. അതിന് മുമ്പായിട്ട് അദ്ദേഹം ചെയ്ത എന്താണ്? അദ്ദേഹം AICC കൊടുത്ത പണവും തെലങ്കാനയിൽ നിന്ന പണവും 2-3 കോടി രൂപയാണ് പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം കിട്ടിയത്. അവരെന്ത് ചെയ്തു?
അവർ KC വേണുഗോപാലിനെ പിന്തുണച്ചു. ഇല്ലെങ്കിൽ KC വേണുഗോപാലിന് നാളെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ അവരുടെ പിന്തുണ ആവശ്യമുണ്ട്. തുടർന്നുള്ള നിലയിൽ പലരുടെയും ഭാവിയുടെ കാര്യമാണ്. അത് KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവർ സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല KC വേണുഗോപാൽ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി കളിച്ചിട്ടാണ് KC വേണുഗോപാൽ കൃത്യമായി അത് ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത്. അല്ലാതെ KC വേണുഗോപാലിനോടുള്ള പ്രത്യേക പ്രേമം കൊണ്ടല്ല ഇവിടെ കേരളത്തിലെ MLA-മാർ ഇങ്ങനത്തെ കൊടും ചതി ചെയ്തത്. അവർക്ക് നന്നായിട്ടറിയാം ഇവിടെ VD സതീശനാണ് കഴിഞ്ഞ 5 വർഷം ശക്തമായി പോരാട്ടം നടത്തി, നിയമസഭയ്ക്കകത്തും പുറത്തും പോരാട്ടം നടത്തി. മാത്രമല്ല താഴെത്തട്ടിൽ വരെ പോയി ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തനം നടത്തി വിജയിപ്പിച്ചു കൊണ്ടുവന്നത്. വിശ്വാസം നഷ്ടപ്പെട്ട UDF-നെ വിശ്വാസം കൊടുത്ത് കൃത്യമായി പ്രവർത്തിപ്പിച്ച് ഇങ്ങനെ വിജയിപ്പിച്ചെടുത്തതിന് കാരണം കൃത്യമായി പറഞ്ഞാൽ UDF ആണ്. ആ UDF വൻ നേട്ടം തന്നെ ഉണ്ടാക്കിയത് പിന്നെ UDF-ന്റെ നായകനായ VD സതീശന്റെ നേതൃത്വമാണെന്ന് അവർക്കറിയാം. പക്ഷെ പണം ഒരു പ്രധാന ഘടകമാണ്, മുകളിൽ നിന്നുള്ള സപ്പോർട്ട് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ KC വേണുഗോപാൽ പറയുന്നതാണ് കേൾക്കുക. അതുകൊണ്ടാണ് ഈ 47 MLA-മാരും കൃത്യമായി ഇപ്പോൾ KC വേണുഗോപാലിനോടൊപ്പം ചേർന്നത്. എന്നാൽ വലിയൊരു അക്കടി പറ്റിയ എന്താണ്, ജനങ്ങളെ തിരിച്ചറിയാൻ ഈ MLA-മാർക്ക് കഴിഞ്ഞില്ല. അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ് കേരളത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ഈ MLA-മാർ വീണ്ടും ഒന്ന് മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ആയിരക്കണക്കിന് ആളുകൾ ഈ MLA-മാരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ UDF-ലെ 95% ആളുകളും VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ളതാണെന്നുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ പോലും അങ്ങനെയല്ലാത്തതില്ല. നമുക്ക് റോജി ജോൺ, ഞാൻ വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അങ്കമാലി അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഈച്ച് ആൻഡ് എവരി കോർണർ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ വളരെ ശക്തമാണ്. അത് വലിയ തോതിൽ അദ്ദേഹത്തിനെ ബാധിക്കാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏരിയയിലും ഇതേപോലെയുള്ള അനുഭവമാണ്. നമ്മളിപ്പം തുടക്കത്തിൽ തന്നെ കൊടുത്തത് എന്താണ്? നമ്മൾ കൊടുത്തത് ഇരിക്കൂർ മണ്ഡലത്തിലെ ഒരു അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണമാണ്. ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, ഞങ്ങൾ തോൽപ്പിച്ചു വിടും എന്നാണ്. അതായത് അവിടെ ഇരിക്കൂർ മണ്ഡലത്തിൽ സജി ജോസഫുമായിട്ട് അടുത്ത ബന്ധമുള്ള നമ്മുടെ ഈ വേണുഗോപാൽ അവിടെ MLA ആയി മത്സരിക്കാൻ വരുമ്പോൾ ഞങ്ങൾ തോൽപ്പിച്ച് വിടുമെന്നാണ് ഇരിക്കൂർ മണ്ഡലത്തിലെ ജനങ്ങൾ പറഞ്ഞതും. മാത്രമല്ല നമുക്കറിയാം പയ്യന്നൂർ എന്ന പോലെയുള്ള വലിയൊരു CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ 50,000 വോട്ട് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ആ ശക്തി കേന്ദ്രത്തിന്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ 7,880 വോട്ടിന് വിമതനായ V കുഞ്ഞികൃഷ്ണൻ ജയിച്ചിരിക്കുകയാണ്. അതേപോലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ KC വേണുഗോപാൽ അല്ല വേറെ ആരും വിചാരിച്ചു നടക്കില്ല. കേരളത്തെ 5 വർഷം UDF-നെ നയിച്ച് എവിടെ ഇവർ എത്തിയ VD സതീശനെ വെട്ടിമാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇരിക്കൂറിലെ ഇവരുടെ പ്രവർത്തകരുടെ പ്രതികരണം പോലെ അവര് എന്തുമാത്രമാണോ ചതിക്കെതിരെയുള്ള നീതിഘടനെതിരെയുള്ള പ്രതിഷേധം അതിലും ശക്തമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. അത് തീർച്ചയായും KC വേണുഗോപാലിന് അടുത്ത ഇലക്ഷൻ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ റെഡിയായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഒരു നീതിഘടന കേരളത്തിലെ ഒരു ജനതയും കൂട്ടുനിൽക്കില്ല. മാത്രമല്ല അവിടെ കഴിയുന്നത്ര BJP വിജയിപ്പിക്കാൻ കൂടി ഇവർ ശ്രമിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ CPM-നെ. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വീണ്ടും വരാനുള്ള ശ്രമം നടത്തുന്നത്. കേരളത്തിൽ ഇത്രമാത്രം നീതികേട് നടക്കാനാണ് UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെയുള്ള ജനങ്ങൾ അതേപടി CPM-ന് വോട്ട് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല എന്നുള്ള നിലപാടെടുത്താൽ ഇവിടുത്തെ UDF-ന്റെ ഇന്നത്തെ സ്ഥിതി ഒറ്റയടിക്ക് തീരും. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറയുന്നത് നീതികേട് വേണ്ട, ഒരു കാരണവശാലും VD സതീശനെ മാറ്റണ്ട, VD സതീശൻ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡൽഹിയിൽ പോയി പ്രിയങ്ക ഗാന്ധിയെ കണ്ടത്. അതിനുള്ള എഫക്റ്റാണ് ഇന്നലെ യഥാർത്ഥത്തിൽ കണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണോ പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഇടപെട്ടത്, കാരണം പ്രിയങ്ക ഗാന്ധിക്ക് അറിയാം മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് സഹായമില്ലാതെ വയനാട്ടിൽ നിന്ന് ജയിക്കാൻ പ്രയാസമാണ്. നിലമ്പൂരും വണ്ടൂരും അതേപോലെ ഏറനാടും കൊണ്ടോട്ടിയും ഒക്കെ ഉള്ള മണ്ഡലങ്ങളിൽ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഏകദേശം 2,50,000 3 ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷമാണ് അവിടെ നിന്ന് കിട്ടുന്നത്. 75,000 80,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അത് മുസ്ലിം ലീഗിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ്. അതേപോലെ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയുള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോണത്.
ആ പ്രിയങ്ക ഗാന്ധി മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിനോടൊപ്പം നിൽക്കണം. അതാണ് ഇന്നലെ നടന്നത്. കൃത്യമായി ഇ.ടി. മുഹമ്മദ് ബഷീറും ഹാരിസ് ബീരാനും പ്രിയങ്ക ഗാന്ധിയെ കാണുകയും കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയോട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തതോടുകൂടിയിട്ടാണ് മാറ്റങ്ങൾ വന്നത്. ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ എല്ലാ മുതിർന്ന നേതാക്കന്മാരെയും നേരിട്ട് ബന്ധപ്പെടുക, അതോടൊപ്പം അതായത് A.K. ആന്റണി, V.M. സുധീരൻ, K. മുരളീധരൻ തുടങ്ങിയ നേതാക്കന്മാരെ നേരിട്ട് ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് ഇവരുടെയൊക്കെ അഭിപ്രായം തേടുക. അങ്ങനെ വന്നാൽ തീർച്ചയായും KC വേണുഗോപാലിന് അവസരം കിട്ടുക പ്രയാസമായിരിക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. അതല്ല തിരിച്ചിട്ടാണെങ്കിൽ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചതിയൻ എന്നുള്ള രൂപത്തിലേക്ക് പോകും. വിവരമില്ലാത്ത പൊട്ടൻ, മരപ്പൊട്ടൻ എന്നുള്ള നിലയിലേക്ക് കരുതും. അതോടെ കോൺഗ്രസിലെ കേരളത്തിന്റെ കുത്തക തകരും. കഴിഞ്ഞ എല്ലാ സമയത്തും ഇന്ത്യയിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമ്പോൾ രക്ഷിച്ചിട്ടുള്ളത് കേരളമാണ്. കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് 20 സീറ്റും ഒരുമിച്ച് നേടിക്കൊടുത്തിട്ടുണ്ട്, 19 സീറ്റ് കൊടുത്തിട്ടുണ്ട്, 18 സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത്തരം ഒരവസ്ഥയിൽ കേരളം ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ സീറ്റ് ഉണ്ടാവുമായിരുന്നില്ല, ഡൽഹിയിൽ സീറ്റ് ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ നിലനിൽപ്പുണ്ടാക്കി തന്നത് വയനാടാണ്. വയനാട് എന്നുള്ള മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഉള്ള സപ്പോർട്ടാണ് അദ്ദേഹം ജയിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് BJPക്ക് അദ്ദേഹത്തെ തൊട്ടാൻ പറ്റാതെ വന്നത്. ഇത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥിതിയും. പ്രിയങ്ക ഗാന്ധിക്കും അതേപോലെ അറിയാം, രാഹുൽ ഗാന്ധിക്കും അറിയാം. അതുകൊണ്ട് KC വേണുഗോപാൽ എത്ര സൗഹൃദമുണ്ടെന്ന് പറഞ്ഞാലും തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ കേരളത്തിൽ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് നിർബന്ധമായിട്ടും രാഹുൽ ഗാന്ധി ശ്രമിക്കില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊന്നും തന്നെ ശരിയല്ല. ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സംഭവത്തിൽ. ഇന്നലെ 3 പേര് കൂടി വന്ന പത്രസമ്മേളനം നടത്തുമ്പോൾ ഏറ്റവും ആദ്യമായി സംസാരിക്കുന്നത്, സ്ഫുടതയോടുകൂടി ശക്തമായി സംസാരിക്കുന്നത് ആരാണ്? ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് നമ്മുടെ VD സതീശനാണ്. പിന്നെ സംസാരിച്ചത് ആരാണ്? KC വേണുഗോപാൽ കടന്നൽ കുത്തിയ മുഖം പോലെയായിരുന്നു. അദ്ദേഹം സംസാരിക്കുന്നതിലൊന്നും ആ ഒരു സ്ട്രോങ് ഉണ്ടായിരുന്നില്ല. മൂന്നാമത് സംസാരിച്ച രമേശ് ചെന്നിത്തലയായിട്ട് ഒരു നിരാശാബാധിതനായിരുന്നു. 3 പേര് പറഞ്ഞ കേരളത്തിൽ നിങ്ങളെല്ലാവരും സമചിത്തത നിർബന്ധമായിട്ടും നിങ്ങൾ ബോർഡുകൾ എടുത്ത് മാറ്റണം, പ്രകടനങ്ങൾ നടത്തരുതെന്നാണ്. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. പ്രകടനങ്ങൾ വരും. നീതി നിഷേധം വന്ന തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ്കാർ മാത്രമല്ല സാധാരണ ജനങ്ങൾ പോലും അതിനെതിരെ രംഗത്തിറങ്ങും. കാരണം സാധാരണക്കാരുടെ CPI-കാരുടെ പോലും വോട്ട് കിട്ടിയിട്ടാണ് ഇത്തവണ UDF വിജയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.